അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്ത്രീയുടെ ഔറത്തിനെ സംബന്ധിച്ച് കൃത്യമായി അറിയൽ ഓരോ സ്ത്രീക്കും നിർബന്ധമാണ്. അതുപോലെ പുരുഷന്മാരും അറിയൽ നിർബന്ധമാണ്. തന്റെ മക്കളെയും തന്റെ ഭാര്യയെയും ഒക്കെ ഔറത്ത് മറിച്ച് ശീലിപ്പിക്കൽ അവന്റെയും കടമയാണല്ലോ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു, ഖു അൻഫുസക്കും അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഭാര്യയെയും നരക ശിക്ഷയെ തൊട്ട് സൂക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകം എന്ന് പറയുന്നത് അതിലെ കത്തിക്കപ്പെടുന്ന വിറക്, അത് കല്ലുകളാണ്, പാറക്കല്ലുകൾ കത്തുന്ന അത്രയും ശക്തമായ ചൂടുള്ള സങ്കേതമാണ് നരകം. അതുപോലെ മനുഷ്യരാണ് അതിൽ കത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം നിർവഹിക്കണം. നമ്മിൽ നിന്നും തെറ്റ് വന്നുപോയാൽ ഉടനെ അള്ളാഹുവെ എനിക്ക് മാപ്പ് നൽകണം പടച്ചവനെ, ഞാൻ ചെയ്യൂല പടച്ചവനെ എന്നിങ്ങനെ തൗബ ചെയ്ത് മടങ്ങണം. സ്ത്രീകളുടെ ഔറത്ത് 5 ഇനമാക്കി പണ്ഡിതന്മാർ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, അന്യപുരുഷന്മാരിലേക്ക് ചേർത്തുകൊണ്ടുള്ള ഔറത്ത്. നമ്മളൊക്കെ അറിയുന്നത് പോലെ ശരീരം മുഴുവനും ഔറത്താണ്. പക്ഷെ നമ്മൾ ശരീരം മുഴുവനും അന്യപുരുഷന് മുന്നിൽ മറക്കാറുണ്ടോന്ന് ചോദിച്ചാല് എന്താപ്പ പറയാ? പല കാരണത്താൽ നമ്മൾ മറക്കൽ കുറവാ. ശരീരം മുഴുവനും മറക്കണം എന്നതാണ് പ്രബലമായ വീക്ഷണം. ഒരു ചെറിയൊരു വിഭാഗം പണ്ഡിതന്മാർക്ക് മുഖവും മുൻകൈയും അഴിച്ചുള്ളത് എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ മുഖം മറക്കാതെ ഇരുന്നാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ ശരീരം മുഴുവനും മറക്കണം. മുഖവും മുൻകൈ അഴിച്ചുള്ള എന്നൊരു അഭിപ്രായമുള്ളത് കൊണ്ട് കഴിവിന്റെ പരമാവധി മുഖവും മുൻകൈ അടക്കം മറക്കേണ്ടതാണ്. കാൽപാദം ഒരിക്കലും ഔറത്ത് അല്ല എന്ന് അവിടെ അഭിപ്രായമില്ല. അപ്പൊ കാൽപാദം അവിടെ വെച്ചിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. എങ്കിൽ പോലും കഴിവിന്റെ പരമാവധി മുഖം മറക്കാൻ ശ്രമിക്കണം. കൈയുടെ കഫ്, മുൻകൈ മറക്കാനും ശ്രമിക്കണം. ഏതായിരിക്കട്ടെ, അന്യപുരുഷന് മുന്നിൽ ഇതെല്ലാം ഔറത്ത് ആണ്. ശരീരം മുഴുവനും ഔറത്താണ്. ഇനി ആ അഭിപ്രായ പ്രകാരം മുൻകവും മുൻകൈ വെച്ചുള്ളതൊക്കെ ഔറത്താണ്, അതൊക്കെ മറച്ചിരിക്കേണ്ടതാണ്. ശരീരത്തിന്റെ ഭാഗങ്ങൾ വെളിവാക്കൽ കടുത്ത ഹറാമാണ്. മുഖം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുഖം മറച്ചിരുന്നു എന്ന് കാണാവുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ വഴിയിൽപ്പെടുകയും അങ്ങനെ യാത്ര വഴിയിൽ ഒറ്റപ്പെട്ടു. ആളുകൾ അറിയാതെ പോയി. വണ്ടിയിൽ ആയിഷ ബീവി ഉണ്ടെന്ന് കരുതി വണ്ടി അറിയാതെ പോയി. പിന്നീട് അവരെ തെരഞ്ഞു വന്ന സ്വഹാബി, ആ സ്വഹാബി അവരവിടെ ഉറങ്ങിപ്പോയി. അങ്ങനെ ആ സ്വഹാബിയുടെ സാന്നിധ്യം ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് ഐഷാബി മനസ്സിലാക്കിയപ്പോൾ ഐഷാബി പറഞ്ഞത് കാണാം, ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, എന്റെ ശരീരം മുഴുവനും മറക്കുന്ന എന്റെ വസ്ത്രം, നമ്മളിന്ന് പർദ്ദ എന്നൊക്കെ പറയും, ആ വസ്ത്രം കൊണ്ട്, ആ വസ്ത്രത്തിന്മേൽ തുന്നിപ്പിടിച്ച ഒരു കർട്ടനുണ്ട്, ആ കർട്ടൻ കൊണ്ട് എന്റെ മുഖം ഞാൻ മറച്ചു. അദ്ദേഹം എന്റെ മുന്നിൽ വന്ന സമയത്ത്. അപ്പോ ആയിഷ ബീവി മുഖം മറച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മുഖം മറക്കുന്നത് ശരീരം മുഴുവനും ഔറത്താണ് എന്ന് പറയുന്നത്. അതുപോലെ ഹജ്ജിന് പോകുന്ന സമയത്ത്, ഉംറക്ക് പോകുന്ന സമയത്ത് ആയിഷ ബീവി പറഞ്ഞത് കാണാം, ആളുകൾ ഇങ്ങനെ ഞങ്ങളുടെ മുന്നിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാത്ത സമയത്ത് ഞങ്ങൾ മുഖത്തുള്ള കർട്ടൻ മുകളിലേക്ക് വെക്കും. ആളുകൾ ഞങ്ങളെ മുന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ, അന്യപുരുഷന്മാരൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ മുഖത്തേക്ക് കർട്ടൻ താഴ്ത്തിയിടുമെന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ഈ 2 തെളിവുകൾ, വേറെയും തെളിവുകൾ ഉണ്ടാകും, മുഖം മറക്കണം എന്നതിന് തെളിവാണ്. അതുകൊണ്ട് തന്നെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഒരിക്കലും നാം നടക്കാനോ സഞ്ചരിക്കാനോ പാടില്ല. ഇന്ന് സാധാരണ സ്ത്രീകൾ കഴുത്ത് വെളിവാക്കി നടക്കാറുണ്ട്. അത് ഹറാമാകുന്നതാണ് എന്ന് മനസ്സിലാക്കുക.
അന്യപുരുഷനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കഴുത്തൊക്കെ മറച്ചിരിക്കണം. അതുപോലെ അന്യപുരുഷനുണ്ടെങ്കിൽ കൈത്തണ്ട വെളിവാക്കാൻ കൈയിന്റെ കഫ് മുൻകൈ മാത്രമേ ഇനിയിപ്പോ ആ അഭിപ്രായ പ്രകാരവും വെളിവാക്കാൻ പറ്റുള്ളൂ. മുൻകൈ അല്ലാത്ത കൈയിന്റെ തണ്ടൻ കൈയിന്റെ ഭാഗങ്ങൾ മുൻകൈയിന്റെ മുകളിൽ നമ്മള് നിസ്കരിക്കുമ്പോ മറക്കലും അങ്ങനെ തന്നെയാണ്, മുഖവും മുൻകൈ ഒഴിച്ച് ആ തണ്ടൻ കൈ അത് മറച്ചിരിക്കണം. അത് വെളിവാക്കുന്നത് ഹറാമാകുന്നതാണ്. എന്നല്ല പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം, ഭംഗിയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ചും മുഖം തുറന്നിട്ട് നടക്കുക എന്നത് അന്യപുരുഷനെ പ്രത്യേകം ആകർഷിക്കുന്നുണ്ടെങ്കിൽ, അവർ നോക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമ് തന്നെയാണ് എന്ന് പറഞ്ഞത് കാണാം. ഏതായിരിക്കട്ടെ, കാരണം ഒരു സ്ത്രീയുടെ ഭംഗിയുടെ പ്രകടമാകുന്ന സ്ഥലം മുഖമാണ് എന്നതുകൊണ്ടുമാണ്. ഇനിയും ഈ വിഷയത്തിൽ ധാരാളം തെളിവുകൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ കാര്യങ്ങൾ, ഇതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും.